അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ നാട്ടിലെ മസൂദ് സഖാഫി മരിച്ച വിവരെല്ലാവരും അറിഞ്ഞല്ലോ, ഗ്രൂപ്പിൽ അറിഞ്ഞല്ലോ. അപ്പം ഇതിൽ ഏതോ ഒരാൾ പറഞ്ഞ് അപസ്മാരം ഇതിൻ്റെ അതുണ്ടായിനി, അങ്ങനെ അപസ്മാരം ഇളകിയിട്ടാണ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരാൾ ഗ്രൂപ്പിൽ. അങ്ങനെയൊന്നുമല്ല. അയാൾ ഇന്ന് രാവിലെ 4 മണിക്കാണ് ഒരു ബാങ്ക് പരിപാടി കഴിഞ്ഞ് പെരയിലെത്തണത്. കുറച്ച് ദൂരം എവിടെയായിരുന്നു, സ്ഥലം എവിടെയെന്ന് അറിയില്ല. കാരണം 4 മണിയാണെങ്കിൽ കുറച്ച് ദൂരം എത്താമെങ്കിലല്ലേ അത്ര വൈകി എത്തുള്ളൂ. അപ്പം 4 മണിക്ക് പെരയിലെത്തി. പിന്നെ എന്ത് ചെയ്തു, കിടന്നു. 5 മണിക്ക് 5:30 മണിക്ക് സുബൈ ബാങ്ക് കൊടുത്താരെ നീച്ച് സുബൈ നിസ്കരിച്ച് കണ്ട് അയാൾ രണ്ടാമത് ഞാൻ ഒന്നുകൂടി കിടക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ കിടന്നതാണ്. ഈ കിടന്ന സമയത്ത് കിടക്കുമ്പോൾ മൂപ്പർക്ക് അസ്വസ്ഥത, ഒരു വേദന അങ്ങനെ വന്നു. അപ്പോൾ വേദന വന്നപ്പോൾ എനിക്കറിയാതെ വേദനയ്ക്ക് പാടൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞാണ്ട് ആ കിടന്നോട്ടുനിന്ന് നീച്ച് ഇങ്ങോട്ട് ഇരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തന്നെ അതിൽ തന്നെയാണ് വീണ്. കിടന്നോട്ടുനിന്ന് നീച്ച് വേദന വന്നപ്പോഴേ പെട്ടെന്ന് ഇങ്ങോട്ട് വേദന വന്നപ്പോൾ കിടന്നോട്ടുനിന്ന് നീച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ തന്നെ ആ കട്ടിലുമ്മേൽ അങ്ങനെ തന്നെയാണ് വീണ്. അവിടെ ഇരുന്ന് അവിടെ കിടന്നു. അങ്ങനെ അപ്പം തന്നെ എന്ത് ചെയ്ത് എല്ലാവരും വിളിച്ച് വന്ന് വേഗം എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഇവിടുന്ന് തന്നെ മരിച്ചാണ്. ആ മരണം ഇവിടുന്ന് തന്നെ കഴിഞ്ഞാണ്. അപ്പം ഇനി അന്നൊന്ന് ഉറപ്പ് വരുത്താനാണ്. ആ വീണോട് കൂടെ കഴിഞ്ഞ് പിന്നെ ഒന്നും അനങ്ങിയില്ലായിരുന്നു. വേഗം എടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഉറപ്പ് വരുത്തി മരിച്ചണെന്നുള്ളത്. അവിടെ എത്തി അവിടെ തന്നെ ഒരു പറഞ്ഞ് മരിച്ചെന്ന്. അങ്ങനെ വേഗം അപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊടുന്നതാണ്. 7 മണി ആയപ്പോൾക്ക് ഇവിടെ പെരേക്ക് എത്തുകയും ചെയ്തു. അത് തന്നെ അങ്ങനെയാണ് മരണം ഉണ്ടായത്. അല്ലാഹു തആല പരലോകം സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടാറുണ്ട്. അങ്ങനെ ഒരു മരണമായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മഷൂദ് സഖാഫി ഉസ്താദിൻ്റെ മരണം. രാവിലെ മുതൽ തുടങ്ങിയ നെഞ്ചിടിപ്പാണ്, ഇനിയും മാറിയിട്ടില്ല. മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ഞാൻ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ആയിരുന്നു എൻ്റെ നാട്ടിൽ ഉസ്താദ് പ്രഭാഷണം നടത്തിയത്. അന്ന് വീഡിയോ എടുക്കണമെന്ന് കരുതി ചെന്ന ഞാൻ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ട് തരിച്ചു നിന്ന് സമയം പോയതറിഞ്ഞില്ല. എനിക്ക് ഉസ്താദിൻ്റെ വീഡിയോ എനിക്ക് പകർത്താൻ കഴിഞ്ഞില്ല. ആ ഒരു പ്രഭാഷണത്തിൽ ഞാൻ മുഴുകിയിരുന്നു. ആരെയും ഇരുത്തിപ്പിക്കുന്ന വാക്കുകളായിരുന്നു ഉസ്താദിൻ്റെ. ആ ഒരു പ്രഭാഷണത്തിലും ഉസ്താദ് നമ്മളെയൊക്കെ മരണത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചിരുന്നു. ഉസ്താദ് എപ്പോഴും മരണത്തെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുമായിരുന്നു. ആ ഒരു പ്രഭാഷണത്തിലും മരണത്തിൻ്റെ ആ ഒരു ഗന്ധമുണ്ടായിരുന്നു. ഒഴുകുന്ന ആ ശബ്ദ ഗാംഭീര്യത്തിൽ എല്ലാവരും മുഴുകിപ്പോകാറാണ് പതിവ്. ഉസ്താദിൻ്റെ ഓരോ പ്രഭാഷണവും നമുക്ക് സമയം പോകുന്നത് അറിയുകയില്ല. ഉസ്താദിന് വേണ്ടി ഇന്ന് പൊട്ടിക്കരഞ്ഞത് ജനലക്ഷങ്ങളാണ്. പ്രാർത്ഥനകളും പ്രാർത്ഥനാ സദസ്സുകളുമായി ആളുകൾ തിങ്ങി നിറയുകയാണ്. ഇന്ന് ഈ രാത്രി ഉസ്താദ് നമ്മുടെ കൂടെയില്ല. മരണത്തെക്കുറിച്ച് നമ്മളെ ഒരുപാട് പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഉസ്താദ് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഉസ്താദ് റബ്ബിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ച ഞാൻ ഉസ്താദിൻ്റെ മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ എൻ്റെ ശബ്ദം അങ്ങ് ഇടറിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദിനെക്കുറിച്ച് എനിക്ക് കൂടുതലായി ഒന്നും പറയാൻ പറ്റുന്നില്ല. നമ്മളിടുന്ന ഓരോ മരണവാർത്തയും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കാനുമാണ്. നമ്മൾ ഓരോ മരണവാർത്തയും എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. അവർക്കൊക്കെ നിങ്ങൾ ദുആ ചെയ്തിട്ടുമുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഉസ്താദിന് വേണ്ടി ദുആ വസിയത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നു. എല്ലാവരും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യണം. റബ്ബ് ഉസ്താദിന് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹ്, നമ്മുടെ ഉസ്താദിന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ഉസ്താദിൻ്റെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. ഉസ്താദിൻ്റെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. ചെറിയ 3 മക്കളാണെന്നാണ് അറിയാൻ പറ്റിയത് റബ്ബേ.
ആ മക്കളെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും ഒന്നിച്ചു കൂട്ടണേ റബ്ബേ. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർക്കും പണ്ഡിതന്മാർക്കും നല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഉസ്താദിൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. എല്ലാവരും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. യാസീനും ഫാത്തിയും ഓതണം. ദുആ വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ്.